ബോസ് മലയാളം സീസൺ 6 ഇനി 15, 16, 17 സ്ഥാനത്ത് വന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 15ാം സ്ഥാനത്ത് വന്നത് അർജുൻ ശ്യാം, കോട്ടയംകാരനാണ്, ഒരു മോഡലാണ് എന്നാണ് പറഞ്ഞത്. ഒരു ഗംഭീര ഹൈറ്റൊക്കെ ഉള്ള ഒരു നല്ല ചുള്ളം പയ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൽ ഇത്തവണ ഒരു പ്രണയത്തിന് സ്കോപ്പൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതിന് പറ്റിയ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ബിഗ് ബോസ് ഇത്തവണ ഒരു ബിഗ് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല. വന്നിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. 16ാമതായി വന്ന താരം സുരേഷ് മേനോൻ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും അത് ആരാണെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ഭ്രമരം സിനിമയിലെ താരമായിരുന്നു സുരേഷ് മേനോൻ. നമ്മുടെ മുംബൈയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഭ്രമരത്തിൽ അഭിനയിച്ച, മോഹൻലാലിനോട് കൂടെ ഒപ്പം അഭിനയിച്ച വില്ലനായി എത്തിയ താരം സുരേഷ് മേനോനാണ് അവിടെ എത്തിയിരിക്കുന്ന 15ാമതായിട്ട് എത്തിയിരിക്കുന്ന താരം എന്ന് പറയുന്നത്. 17ാമതായിട്ട് എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് താരമായിട്ടുള്ള ശരണ്യ ആനന്ദാണ്. അതെല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ്, എല്ലാവർക്കും അറിയാം ശരണ്യനെ. എന്തായാലും ശരണ്യാണെന്നുണ്ടെങ്കിലും ഇവിടെ അല്ലായിരുന്നു, ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ് ശരണ്യ. പക്ഷെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണ് ശരണ്യ. കുടുംബവിളക്കിലെ ഒരു നെഗറ്റീവ് കഥാപാത്രമൊക്കെ ചെയ്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇവരാണ് ഇത്തവണ 15, 16, 17 സ്ഥാനത്തായിട്ട് വന്ന് കയറിയിട്ടുള്ളത്. എന്തായാലും നല്ല സ്ട്രോങ് മത്സരാർത്ഥികളായിരിക്കും ഇവരെല്ലാവരും തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ബിഗ് ബോസ് വെറുതെയല്ല ഇത്രയധികം സർപ്രൈസോടുകൂടി അല്ലെങ്കിൽ സീക്രട്ടോടുകൂടി മത്സരാർത്ഥികളെ ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുറേ പേരുടെ പേരുകൾ പുറത്തു വന്നെങ്കിലും ഇതിനുള്ളിൽ നമുക്കറിയാത്ത ചില പേരുകൾ കൂടി ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്.